തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ പുലികൾ ഇറങ്ങുകയാണ്. ഈ ഓണത്തിന് ശേഷം ഒഫീഷ്യലായിട്ട് നമ്മളുടെ ഓണാഘോഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണം വാരാഘോഷമൊക്കെ അവസാനിക്കുന്നത് തൃശ്ശൂരിലെ പുലികളിയോട് കൂടിയായിട്ടാണ്. തൃശ്ശൂരിലെ പുലിമടകളിലൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സ്വരാജ് റൗണ്ടിന് വലം വയ്ക്കുന്ന ആ പുലികളി സംഘങ്ങൾ ഇറങ്ങുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂരിലാണ് പുലികളി നടക്കുന്നതെങ്കിലും ആ പുലികളിയെ പിടികൂടാൻ ഞങ്ങൾ ഇവിടുന്ന് ഒരു ശിക്കാരിയെ തൃശ്ശൂരിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ശിക്കാരിയുടെ പുലികളുടെയും ഒക്കെ വിശേഷങ്ങൾ നമുക്ക് അറിഞ്ഞു വരാം. മനു ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. മനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിഷ. ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയായിരുന്നു തൃശ്ശൂരിൽ പുലികൾ ഇറങ്ങാൻ പോകുന്നു, ആ പുലിയെ പിടിക്കാൻ വേണ്ടി ഒരു ശിക്കാരിയെ ഞങ്ങൾ അയച്ചിട്ടുണ്ടെന്ന്. ശിക്കാരി ശംഭുവായിട്ട് തിരിച്ചു വരുമോ? ശിക്കാരി മനുവായിട്ട് തിരിച്ചു വരുമോ? ശിക്കാരി ശംഭു ആണോ? വേണ്ടല്ലേ, അപ്പോൾ ശിക്കാരി മനുവായിട്ട് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ചു നേരം കഥ പറയട്ടെ പ്രേക്ഷകരോട്. വിനിഷയ്ക്ക് എതിർപ്പുണ്ടോ? ഞങ്ങൾ പുലികളെ കുറിച്ചൊക്കെ പറഞ്ഞ് മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചു വരാം. എനിക്കും ആകാംക്ഷയുണ്ട് പുലികളുടെ വിശേഷങ്ങളിലേക്കൊക്കെ. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലോ നമ്മൾക്ക്. കഴിഞ്ഞ വർഷം കണ്ടതിന് ശേഷം ഇക്കൊല്ലം എന്തൊക്കെയാണ് വെറൈറ്റികൾ, ഏതൊക്കെ വെറൈറ്റി പുലികൾ ഇറങ്ങും, പെൺവേഷത്തിൽ പെൺപുലികൾ ഇറങ്ങുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം. മനു, തുടർന്നോളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞാനിങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുൻപിലാണ്. സ്വാഭാവികമായും തൃശ്ശൂർ വരുമ്പോൾ ആദ്യം കാണേണ്ടത് വടക്കുന്നാഥനെയല്ലേ, അതുകൊണ്ട് വടക്കുന്നാഥനെ കണ്ടു തുടങ്ങാം എന്ന് വിചാരിച്ചു. ഏതായാലും നമുക്കിനി പുലികളിയുടെയൊക്കെ ഒരു ആവേശ കാഴ്ചകളുണ്ട്. പുലികളിയൊക്കെ ഒന്ന് ഓണായി വരുമ്പോഴത്തേനും ഒരു 8 മണിയൊക്കെ ആകും. ആ സമയമാകുമ്പോഴേക്കുമാണ് പുലികളിയുടെ ഒരു മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓണായി വരിക. അപ്പോൾ നമുക്ക് ആ സമയത്ത് പുലി മട്ടകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഞാൻ വടക്കുന്നാഥൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് കുറച്ച് വാർത്താവിശേഷങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവെച്ച് രസകരമായിട്ട് നമുക്ക് പോകാം. ഏതായാലും പ്രേക്ഷകർ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നേരത്തെ വിനീഷ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വ്യാജ വാർത്തകൾ ഒരുപാട് സംഭവിക്കുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും വ്യാജന്മാർ ഇങ്ങനെ വിലസുമ്പോൾ നമുക്ക് പണി കൂടുകയാണ്. കാരണം അവരെ തുറന്നു കാട്ടേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ വടക്കുന്നാഥനിൽ നിന്ന് ഒറിജിനലായിട്ട് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് കഥകളൊക്കെ പറയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഇന്ന് തൃശ്ശൂരിൽ പുലി ഇറങ്ങും എന്നാണ് സജീവ് എഴുതുന്നത്. സോമൻ പറയുന്നു ഗുഡ് മോർണിംഗ് മനു, കൈരളി ടീം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള വ്യാജ വാർത്തകൾ വന്നാലും 1 മണിക്കൂറിൽ കൂടുതൽ ആയുസില്ല എന്നാണ് ജലീൽ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഗുഡ് മോർണിംഗ്, പുലി പിടിക്കാതെ സൂക്ഷിക്കണമെന്നാണ് സർജൻ പറയുന്നത്. വ്യാജ പുലികളോ തൃശ്ശൂരിൽ അത്തരത്തിൽ വ്യാജന്മാരില്ല, ഒറിജിനൽ പുലികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊന്നും സംശയം വേണ്ട. വ്യാജന്മാരെയൊക്കെ നമ്മൾ പൂട്ടും, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് എഴുതുന്നുണ്ട് മനു വീട്ടിൽ നിന്ന് നേരെ തൃശ്ശൂർക്ക് എത്തിയത്. തീർച്ചയായും ഞാൻ ഓണാവധിയൊക്കെ കഴിഞ്ഞ് നേരെ തൃശ്ശൂരിലോട്ട് കഥ പറയാൻ വേണ്ടി വരികയാണ്. ഞാൻ തൃശ്ശൂരിൽ എത്തുമ്പോൾ എന്നോടൊപ്പം എന്നെ സ്വീകരിക്കാൻ എൻ്റെ കൂടെ സുനിൽ അരിമാനൂരുണ്ട്, ഒപ്പം തന്നെ സച്ചിനുണ്ട്. സച്ചിൻ വേറൊരു ഫോൺ കോളിൽ തിരക്കിലാണ്. സച്ചിനെ ആരോ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം സുനിലുണ്ട് എന്നോടൊപ്പം. സുനിലേട്ടാ അതാ രാവിലെ കഥാപ്രസംഗത്തിന് പോവാണോ? എന്തായാലും പുലികളിയല്ലേ, ഇപ്പൊ തൃശ്ശൂരുകാരെന്ന് പറഞ്ഞാൽ ആഘോഷത്തിന് അങ്ങേയറ്റമാണ്. അപ്പൊ നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ഈ പുലികളി ആവേശത്തോടു കൂടി നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ മനു ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു സന്തോഷം നമുക്ക് അവരുമായിട്ട് പങ്കിടാൻ പറ്റും. ഇല്ല, ഞാൻ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം പുലികളിയോടൊപ്പം ഇന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇന്നലെ തീർച്ചയായും കഥാപാത്രത്തെ ഉൾക്കൊള്ളുമായിരുന്നു. തീർച്ചയായും, കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആഘോഷത്തോടൊപ്പം ചേരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം കലാകാരന്മാരുടെ നാടാണ്, സാംസ്കാരിക തനിമയുള്ള നാടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. സച്ചിനും കൂടെ അവിടെ, സച്ചിൻ ബാബാ. അപ്പോൾ സച്ചിനും നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. സച്ചിൻ, എങ്ങനെയുണ്ട് പുലികളിയൊക്കെ? സച്ചിൻ ആദ്യമായിട്ടാണോ? അല്ല, ആദ്യമായിട്ടല്ല. നിരവധി തവണ പുലികളി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വയനാടിൻ്റെ ദുരിതബാധിത മേഖല ഒരു പ്രശ്നം കൂടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണ പുലികളി നടക്കുന്നത്. അതിൻ്റെ ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. വയനാട്ടിലെ സഹോദരങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിൻ്റെ കാലം കൂടിയാണ്. എന്ത് ദുഃഖങ്ങൾ വന്നാലും നമ്മളതിനെ മറക്കുന്നത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ കൊണ്ടൊക്കെയാണ്. തീർച്ചയായും, കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്, അവർക്ക് ഇനിയുള്ള ജീവിതത്തിലേക്ക് കൂടുതൽ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഇത്തരം ആഘോഷങ്ങൾ തന്നെയാണ്. അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ അവരെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടത്തുന്ന
വരുന്നില്ല എങ്കിൽ പോലും ഈ ആഘോഷങ്ങൾ അവർക്കേറെ സന്തോഷം കൂടെ പകരുന്ന ഒന്നാണ്. അത് തന്നെയാണ് നമ്മൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത്. മറ്റ് ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് വെക്കുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കി. കാരണം ഒരുപാട് ആളുകളുടെ ജീവിതമൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. തീർച്ചയായും. കാരണം ഇതൊരു ഇത്തരത്തിലുള്ള ആഘോഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാവരുടെയൊക്കെ ഒരു വരുമാന മാർഗം കൂടെയാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. എന്നാൽ ആ വയനാട്ടിലെ ജനതയ്ക്കൊപ്പമാണ് നമ്മൾ എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഒരു ഉറച്ച ചിന്താഗതിയും നമ്മൾ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കും. 7 ദേശമാണല്ലോ ഇത്തവണ പുലിമട. പുലികളെ കുറിച്ച് പറയുമ്പോൾ 7 ദേശമാണ് ഉള്ളത്. ഈ 7 ദേശത്തിലുള്ള ഒരു ആവേശമാണ്. കഴിഞ്ഞ പ്രാവശ്യം 10-ലധികം ദേശം ഉണ്ടായിരുന്നു. സാമ്പത്തികത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു പുലിമടയിൽ നിന്ന് പുലികൾ ഇറങ്ങി വരുമ്പോൾ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ ചിലവുണ്ട്. കോർപ്പറേഷൻ കുറച്ച് സഹായം, ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് സഹായമൊക്കെ കൊടുക്കുന്നെങ്കിൽ പോലും അതിനപ്പുറത്താണ് അവരുടെ ചിലവെന്ന് പറയുന്നത്. പക്ഷേ ഒരു നാടിൻ്റെ ഒരു ഉത്സവമാണ്. ഉത്സവം തീർച്ചയായും. കാരണം ഒരു പുലി ടീമിൽ 30 മുതൽ 50 വരെ പുലിക്കാരാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനു, ഇതിനകത്ത് ഡിമാൻഡ് ഉള്ളത് എന്നെ പോലെ വയറുള്ള ആൾക്കാരാണ്. അപ്പം അതിനകത്ത് ഇതിനേക്കാൾ എനിക്ക് കുറച്ച് ഡിമാൻഡ്, കുറച്ചുകൂടി വയറുണ്ടെങ്കിൽ നല്ല ഡിമാൻഡാണ്. കാരണം ഇതിനകത്ത് പുലിയുടെ ഒരു നല്ല ഫിഗർ പോകാൻ പാടില്ലായിരുന്നു. അല്ല, ഞാൻ നോക്കുന്നുണ്ട്. കാരണം പക്ഷേ ഈ പെയിന്റിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ, ഇതിന്റെ ഒരു എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അറിയാം. പക്ഷേ ഇവിടെ സ്ഥിരം ചെയ്യുന്നവർക്ക് അതറിയാം. അപ്പോൾ അത് നമുക്ക് എന്തായാലും 8 മണിയോടുകൂടി നമ്മൾ ഓരോ പുലിമടകളിലോട്ട് പോകാം. അപ്പോൾ 8 മണിയോടുകൂടി ഞങ്ങൾ ഈ പുലിമട്ടകളിലേക്ക് ഞങ്ങൾ പോകും. പുലിമട്ടകളിൽ അവിടെ എല്ലാം തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ മേക്കപ്പ് ഒക്കെ ആരംഭിച്ചു. പക്ഷേ ഇത് ഓണായി വരണമെങ്കിൽ ഒരു 8 മണിയാവും, ഒരു ഓളം വരണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോകാം. ആ സമയത്ത് നമ്മൾ പുലിമട്ടകളിലേക്ക് പോകുമ്പോൾ നമ്മളോടൊപ്പം വിവിധ അതിഥികൾ പല ഇടങ്ങളിൽ നിന്നായി നമ്മളോടൊപ്പം ചേരും. അപ്പോൾ ഇന്നൊരു അടിപൊളി ദിവസമാകട്ടെ, നമുക്ക് തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൈകിട്ട് 5 മണിയോടുകൂടി പുലികൾ നഗരത്തിലേക്ക് വരും. നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും നിരവധി ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പുലികൾ ഇറങ്ങുന്ന ഓരോ ഇടങ്ങളിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആവേശത്തോടെ, ഏറ്റവും ആഘോഷത്തോടെ ഈ പുലികളിൽ നമുക്ക് പങ്കാളികളാകാം. ഇപ്പോൾ ഈ വടക്കുന്നാഥിന്റെ മുമ്പിൽ ഒരു ചേട്ടനോട് കൂടി ചേരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്നാ? ജോണ്. പുലികളി എങ്ങനെ ഉണ്ടാവും ഇന്ന്? അടിപൊളിയായിരിക്കും. ഇത്തവണ എന്തായിരിക്കും സർപ്രൈസ് പ്രതീക്ഷിക്കുന്നു? ഓരോ പുലികളി ഓരോ സർപ്രൈസിന്റെ എന്തെങ്കിലും ഉണ്ടാവുക. ഒവ്വൊരു ദേശത്തിന് അവരൊക്കെ പുതിയ പുതിയ ആർട്ടൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ചെന്നൈയിലിരുന്ന, ഞാൻ മലയാളിയല്ല, തമിഴാണ്. പുലികളെ കാണാൻ വേണ്ടി വന്നതാണ്. എനിക്ക് തമിഴ് കൊഞ്ചമേ തെറിയും. എനിക്ക് മലയാളം ഇത്രയും അറിയാം. ഓക്കെ, നമുക്ക് എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാവും. എല്ലാ കൊല്ലവും പുലികളി കാണാൻ വരും. നമുക്ക് നടക്കാം, കൊഞ്ചം നടക്കാം. ഇങ്ങനെ. അപ്പോൾ ഈ പുലികളിലോട്ട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഞാൻ ഈ പരിപാടിയിൽ തന്നെയാണ് കുറേ കൊല്ലമായിട്ട്. അപ്പം നമുക്ക് പുറത്തൊക്കെ ഇവിടെ നിന്ന് ആൾക്കാരനെ കൊണ്ടുപോയിട്ട് പുറത്തൊക്കെ പരിപാടി ചെയ്യുന്ന ആളാണ്. തമിഴ്നാട്ടിൽ കൊണ്ടുപോകാറുണ്ട് ഇവിടുന്ന് പുലികളെ? മൊത്തം ഇന്ത്യ മൊത്തം കൊണ്ടുപോകാറുണ്ട്. പുലി സപ്ലയർ ആണ്. അപ്പോൾ പെരിയ ആള്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരനെ കാണാൻ വരുന്ന. അപ്പോൾ നമുക്ക് ഇത് ആർട്ട് പറഞ്ഞാൽ നമ്മളുടെ കൾച്ചറൽ ആർട്ടും പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. ഓക്കെ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഇവിടെ പുലികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഇന്ത്യ മൊത്തം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടാണ്. ഇത്രയും വരെ എവിടെ ഇല്ല ഇന്ത്യയില് ഇന്തമാതിരി ആട്ടം വേറെ എങ്കിലും പത്രിക്ക. ഈ പുലിക്കളി നമ്മുടെ സൗത്തില്, കേരളത്തിൽ പുലിക്കളി, തമിഴ്നാട്ടിൽ പുലി ആട്ടം. എന്താ പുലിയാട്ടം? സെയിം തന്നെയാണ്, പക്ഷെ കുറച്ചല്ല പകുതി ഡിഫറൻസ്. കർണാടകയില് ഹുലി വേഷ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ആന്ധ്രയില് പുലിയാട്ടമുണ്ട്. പക്ഷെ ഈ സൗത്തിൽ ഇന്ത്യയിലെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പുലിക്കളി തൃശ്ശൂരിലത്തെ പുലിക്കളി. സോ അത് നമ്മുടെ പ്രീസിയസ് ഇന്ത്യൻ്റെ ഒരു പ്രീസിയസ് ആർട്ട്. അപ്പൊ അതിന് റെസ്പെക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് എത്രാമത്തെ വർഷമാണ്? ഞാൻ ഇവിടെ എങ്ങനെയാണ് ഒരു 10 കൊല്ലം വന്ന് കാണും. 10 കൊല്ലം ഏറെയായി. 10 കൊല്ലത്തിന് മീതിയായി, അങ്ങനെയല്ല തമിഴ് പറയാ. 10 കൊല്ലത്തിന് കൂടുതലായി. അപ്പൊ ഇനി എല്ലാ വർഷവും വരണം തീർച്ചയായിട്ടും. നമ്മൾ ജീവിതം മൊത്തം ഇവിടെ വരും. പൂരം കാണാൻ വരാറുണ്ടോ? എല്ലാ പൂരവും കണ്ടിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിന്റെ സ്ഥിരം കക്ഷിയാ. നമുക്ക് ഇത് നമ്മുടെ ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത് നമ്മുടെ ജീവനാണ്. ഓക്കെ, അതുകൊണ്ട് അതിന് റെസ്പെക്ട് ഇവിടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു, സന്തോഷം രാവിലെ കണ്ടതിന്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുലികളി കാണാൻ വന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സംസാരിച്ച് എനിക്ക് അറിയാവുന്ന തമിഴിലൊക്കെ വച്ച് കാച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ നാടൊട്ടുക്കും പരന്ന പുലി പ്രേമികളുടെ ഒരു വലിയ നിര നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഇടങ്ങളിലും നമുക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ തൃശ്ശൂരിന്റെ ഈ പുലികളി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.